Moving to next question. A, B, C, D, E, F are standing in a circle and looking at the center. Only D is between A and B. Only F is between A and C. E is just left of B, who is only one standing between E and F. Only D is between A and B. Only F is between A and C. E is just left of B. Okay. Okay, what's the answer? B എന്നുള്ളതാണ് കേട്ടോ 8 എന്നാണ് വരുന്നത്. Okay, sorry. Last question answer 12. This is the next question we have. Option B is B. Yeah, it's an easy question. Okay, അതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. എ ബി സി ഡി ആൻഡ് എഫ് ആർ സ്റ്റാൻഡിങ് ഇൻ എ സർക്കിൾ നോക്കിയിട്ട് സെന്ററിലേക്ക് നോക്കിയിട്ട് അവർ ഇരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ 2-3 കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. എയുടെയും ബിയുടെയും ഇടയിൽ ഡി മാത്രമാണുള്ളത്. എയുടെയും സിയുടെയും ഇടയിൽ എഫ് മാത്രമാണ് ഉള്ളത്. ഹി ലെഫ്റ്റ് ഓഫ് ബി ആണ്. അങ്ങനെയെങ്കിൽ ആരാണ് ഇയുടെയും എഫിന്റെയും ഇടയിലുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ആരാണ് ഇയുടെയും എഫിന്റെയും ഇടയിലുള്ളത് എന്നുള്ളതാണ് ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് എന്നുള്ളത്. നമുക്ക് നോക്കാം. ഈ ഒരു കേസിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്താ വെച്ചാൽ, ചിലര് ചെയ്യുക എങ്ങനെയെന്ന് ചോദിച്ചാൽ, ചിലര് ചെയ്യുക ഇപ്പം ഇങ്ങനെ ടേബിൾ അങ്ങ് വരക്കും. ഓൺലി ഡി ഈസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എ ആൻഡ് ബിയുടെ ഇടയിൽ ഡി ആണ്. നമുക്ക് ഇങ്ങനെ ചെയ്യാം അല്ലെ. ഓൺലി എഫ് ഈസ് ബിറ്റ്വീൻ എ ആൻഡ് സി. എ ആൻഡ് സിയുടെ ഇടയിൽ എഫ് ആണ്. ഓക്കെ, എഫ് ആണ്. ഹു ഈസ് ദ ഓൺലി വൺ സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ഇ ആൻഡ് എഫ്. ഇ ആൻഡ് എഫിന്റെ ഇടയിൽ ആര് എന്നുള്ളതാണ്. സോ ഇതാണ് ഇപ്പം ഈസി. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി വലുതാക്കി വരക്കാം. ഓൺലി ഡി ഈസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. നമ്മൾ എയും ബിയും വരക്കുന്നു. ഇതിന്റെ ഇടയിൽ ഡി മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. ഡി വരക്കുന്നു. എഫ് ഈസ് ബിറ്റ്വീൻ എ ആൻഡ് സി. എയുടെയും സിയുടെയും ഇടയിൽ എഫ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ സി എഴുതണം, ഇവിടെ നമുക്ക് എഫ് എഴുതണം അല്ലെ. എയുടെയും സിയുടെയും ഇടയിൽ എഫ് ഉള്ളത്. ഇ ഈസ് ജസ്റ്റ് ലെഫ്റ്റ് ഓഫ് ബി എന്നുള്ളതാണ്. ഈ ജസ്റ്റ് ലെഫ്റ്റ് ഓഫ് ബി എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആകെ എ ആയി, ബി ആയി, സി ആയി, ഡി ആയി, എഫ് ആയി. നമുക്ക് ആകെ ഇ ആ ബാക്കിയുള്ളത്. ഇ നമുക്ക് ഇവിടെ ഇടാം. ഇത് ബിയുടെ ലെഫ്റ്റ് ആണ്. ഇങ്ങോട്ട് സെന്ററിലേക്ക് നോക്കിയിരിക്കുന്ന ബി ആയിട്ട് നിങ്ങൾ ഇരിക്കുക കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ദിസ് ഈസ് എ ലെഫ്റ്റ് സൈഡ്, ദിസ് ഈസ് എ റൈറ്റ് സൈഡ്. ഓക്കെ, അത് ലെഫ്റ്റ് സൈഡ് ആണ്, ഇത് റൈറ്റ് സൈഡ് ആണ്. നിങ്ങൾക്ക് ഇരിക്കും. സോ ടേബിളിന്റെ അറേഞ്ച്മെന്റ് ഇങ്ങനെയാണ് വരിക. ഓക്കെ, ടേബിളിന്റെ അറേഞ്ച്മെന്റ് ഇങ്ങനെയാണ് വരിക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയെങ്കിൽ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഹൂ ഈസ് വൺ ഓൺലി സ്റ്റാൻഡിങ് വിത്ത് ഇ ആൻഡ് എഫ്. ഇ ആൻഡ് എഫിന്റെ ഇടയിൽ ആരാണുള്ളത് എന്നുള്ളതാണ്. ഇ ആൻഡ് എഫിന്റെ ഇടയിൽ സി ആണ്. സോ ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ യു ഹാവ് ഓപ്ഷൻ സി ആസ് എ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണ് എന്ന് കരുതുന്നു. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പറയുക. ഓക്കെ, സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇറ്റ്സ് എ ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, കുറച്ചധികം അടിപൊളി ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷം ഒരു ഈസി ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ചെയ്തു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇറ്റ്സ് എൻ ഈസി വൺ ആണ്. കംപ്ലീറ്റ് ദ ഫോളോയിങ് സീരീസ്. ഓക്കെ, കംപ്ലീറ്റ് ദ ഫോളോയിങ് സീരീസ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. 9, 11. Okay, easy one, right? Very easy one. We have 9, 11. Okay, we have 9. For this question, number series on 9, 11, 15, 23, 39. Okay, 9, 11, 15, 23, 39 എന്നുള്ളതാണ് ടേബിൾ നമ്മൾ. അപ്പൊ 9 ഉം 11 ഉം തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം 2. 11 ഉം 15 ഉം തമ്മിലുള്ള വ്യത്യാസം 4. 15 ഉം 23 ഉം തമ്മിലുള്ള വ്യത്യാസം 8. 23 ഉം 39 ഉം തമ്മിലുള്ള വ്യത്യാസം 16 അല്ലേ. സോ 2 raised to 1, 2 square, 2 cube, 2 raised to 4 ആണ്. അല്ലെങ്കിൽ നേരെ ഇരട്ടി എന്ന് നോക്കിയാലും മതി അല്ലേ. 2ന്റെ ഇരട്ടി 4, 4ന്റെ ഇരട്ടി 8, 8ന്റെ ഇരട്ടി 16. അടുത്തത് നമുക്കറിയാം 16ന്റെ ഇരട്ടി 32 ആയിരിക്കും. 32 കൂട്ടണം 39 എന്നുള്ളത് 71 ആണ്. യു ഹാവ് ഓപ്ഷൻ എ ആസ് എ കറക്റ്റ് ആൻസർ ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യന് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two cities P and Q are 360 kilometers apart from each other. A car goes from P to Q with a speed of 40 kilometers per hour and returns back to P with a speed of 50 kilometers per hour. Okay, 50 kilometers per hour. Okay.
Yeah. So two cities P and Q are 360 kilometer apart from each other എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആവറേജ് സ്പീഡ് ആണ്. അപ്പൊ നമുക്കറിയാം ആവറേജ് സ്പീഡിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്നുള്ളത് ആവറേജ് സ്പീഡ് ഈക്വൽ ടു ആവറേജ് സ്പീഡ് ഈക്വൽ ടു ആവറേജ് സ്പീഡ് ഈക്വൽ ടു we have a total distance by average speed equal to total distance by total time. ഇതാണ് നമ്മൾ ആവറേജ് സ്പീഡിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ഓക്കെ, ആവറേജ് സ്പീഡ് ഈക്വൽ ടു ഇത് നമ്മൾ ഡിറക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് കേട്ടോ. നമ്മൾ ഡിറക്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് നമ്മൾ ഇത് എന്നുള്ളത്. സോ വി ഹാവ് ആവറേജ് സ്പീഡ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ് ആവറേജ് സ്പീഡ് എന്നുള്ളത്. എന്നിട്ട് നമ്മൾ പീക്ക് ക്യൂക്ക് ആദ്യത്തെ കാറിന്റെ കേസ് നോക്കുക. ആദ്യം കാറ് പോയിട്ടുള്ളത് പി ടു ക്യൂ ആണ്. പി ടു ക്യൂക്ക് ഉള്ളത് 360 കിലോമീറ്റർ ആണ്. പി ടു ക്യൂക്ക് ഉള്ളത് 360 കിലോമീറ്റർ ആണ്. ഓക്കെ, 360 കിലോമീറ്റർ ആണ്. ഈ 360 കിലോമീറ്റർ കവർ ചെയ്തിട്ടുള്ളത് ഈ 360 കിലോമീറ്റർ കവർ ചെയ്തിട്ടുള്ളത് നമുക്ക് പറയാൻ പറ്റും ഇൻ എത്ര മണിക്കൂറിലാണ്, എത്ര സ്പീഡിലാണ്, 40 കിലോമീറ്റർ പെർ ഹവറിലാണ്. ഇല്ല, 40 കിലോമീറ്റർ പെർ ഹവറിലാണ്. നമുക്കറിയാം ടൈം സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പൊ നമുക്ക് ഇതിൽ ആദ്യം നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടെത്തണം, നമുക്ക് ടോട്ടൽ ടൈമും കണ്ടെത്തണം. അപ്പം ഒരാൾ അങ്ങോട്ട് പോയിട്ടുള്ളത് 360 ആണ്, തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് 360 ആണ്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, 720. ഇനി നമുക്ക് ടോട്ടൽ ടൈം കണ്ടെത്തണം. കാരണം ആവറേജ് സ്പീഡ് കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. ടോട്ടൽ ടൈം കണ്ടെത്തണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഒരു കാർ അങ്ങോട്ട് പോയി അത് ഇങ്ങോട്ട് തിരിച്ചു വരികയാണ്. അപ്പൊ അങ്ങോട്ട് എടുത്ത സമയം കാണണം, പിന്നെ ഇങ്ങോട്ട് എടുത്ത സമയം കാണണം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ടോട്ടൽ ടൈം എന്നുള്ളത് നമുക്ക് കിട്ടുക. അപ്പൊ പിന്ന് ക്യൂക്ക് 360 കിലോമീറ്റർ ആണ്. ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. എന്ന് പറഞ്ഞാൽ 360/40. ഓക്കെ, 360/40 എന്ന് പറഞ്ഞാൽ 9 ഹവർ ആണ് അങ്ങോട്ട് എടുത്തതെന്ന് കിട്ടും. പിന്ന് ക്യൂക്ക് 9 ഹവറിനോടാണ് വന്നിട്ടുള്ളത്. ഇനി ക്യൂയിൽ നിന്ന് പിയിലേക്ക്, ഓക്കെ, പിയിൽ നിന്ന് ക്യൂയിലേക്ക് 9 ഹവർ ആണ്. ഇനി ക്യൂയിൽ നിന്ന് പിയിലേക്ക് വീണ്ടും 360 കിലോമീറ്റർ ആണ്. അത് സഞ്ചരിച്ചിട്ടുള്ളത് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. വി ഹാവ് ദ വാല്യൂ ആസ് 50 കിലോമീറ്റർ പെർ ഹവർ എന്നുള്ളതാണ്. ഓക്കെ, 50 കിലോമീറ്റർ പെർ ഹവർ എന്നുള്ളതിലാണ് അത് സഞ്ചരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കിട്ടും. Okay, 50 kilometer per hour and returns back to P with a speed of 50 kilometer per hour. അപ്പൊ നമുക്കറിയാം 360 by just a minute 50 360/50 ഞാൻ നേരത്തെ 360/50 എന്ന് പറയുമ്പോൾ 7.2 hours. 350/50 7.2 hours അല്ലേ? ഓക്കെ, 7.2 hours എന്നുള്ളത് നമുക്ക് കിട്ടും. ഓക്കെ, 7.2 hours എന്നുള്ളത് കിട്ടും. 360/50 എന്നുള്ളതാണ് 7 10 50 100. ഓക്കെ, ഇനി നമുക്ക് ആവറേജ് സ്പീഡ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം എന്നുള്ളതാണ്. വിച്ച് മീൻസ് ആവറേജ് സ്പീഡ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 360 + 360 720 എന്നുള്ളതാണ് നമുക്ക് വാല്യൂ കിട്ടുക. ഓക്കെ, 720 എന്നുള്ളതാണ് നമുക്ക് വാല്യൂ കിട്ടുക. ടോട്ടൽ ടൈം എന്ന് പറഞ്ഞാൽ 9 + 7.2 എന്നുള്ളതാണ്. ഓക്കെ, 9 + 7.2 എന്നുള്ളതാണ് നമുക്ക് ടോട്ടൽ ടൈം എന്നുള്ളത് കിട്ടുക. സോ ഇറ്റ് ഈസ് 16.2 എന്നുള്ളതാണ് നമുക്ക് വാല്യൂ കിട്ടുക. കാരണം നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ 360 നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് 720 കിട്ടിയിട്ടുള്ളത്. ഡിസ്റ്റൻസ് എന്നുള്ളത് നമുക്ക് 16.2 എന്നുള്ളതാണ് നമുക്ക് ഡിസ്റ്റൻസ് കിട്ടുന്നത്. ഓക്കെ, 16.2 എന്നുള്ളതാണ് നമുക്ക് ഡിസ്റ്റൻസ് കിട്ടുന്നത്. സോ ഇത് ഡിവൈഡ് ചെയ്താൽ you get the value 44.4 എന്നുള്ള വാല്യൂ നിങ്ങൾക്ക് കിട്ടും. 44.4 എന്നുള്ള വാല്യൂ നിങ്ങൾക്ക് കിട്ടും. സോ 50 കിലോമീറ്റർ പെർ ഹവർ എന്നുള്ള വാല്യൂ വെച്ച് ചെയ്യുമ്പോൾ യു ഹാവ് ഓപ്ഷൻ എ ആസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ ആസ് എ കറക്റ്റ് ആൻസർ. നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്ലൈഡിലും 50 കിലോമീറ്റർ പെർ ഹവർ
തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്. അത് 60 വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 48 ആണ് കിട്ടുക കേട്ടോ. 60 വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഈ വാല്യൂ ഉണ്ടല്ലോ, ഇത് 60 വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 48 ആണ് കിട്ടുക. ഈ ക്വസ്റ്റ്യൻ നമ്മൾ യൂട്യൂബിൽ ഡിസ്കസ് ചെയ്തപ്പോൾ 60 ആണ് വെച്ചെന്ന് തോന്നുന്നു. എക്സാക്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്യാം. യൂട്യൂബിൽ ഇതേ ക്വസ്റ്റ്യൻ ഷെബിൻ സാർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 48 ആൻസർ കിട്ടുന്നുണ്ട്. അവിടെ സ്പീഡ് 60 എന്നുള്ളതാണ് വെച്ചിട്ടുള്ളത്. ഓക്കെ, പോട്ടെ. 50 എന്നുള്ളതാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. 50 വെക്കുമ്പോൾ വി ഹാവ് 44.4 45 km/h എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. സോ ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ, ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ, ഓക്കെ, ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം എന്നുള്ളതാണ് നമുക്ക് ആവറേജ് സ്പീഡ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം എന്നുള്ളതാണ് നമ്മൾ ആവറേജ് സ്പീഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യനിലുള്ളത്. നമ്മൾ എന്നിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്താ പറയാ, ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ അതിനുശേഷം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ടൈം കാണും. ഇതാണ് ഒരു മെത്തേഡ്. ഇനി രണ്ടാമത്തെ മെത്തേഡ്, ആരോ ചോദിച്ച പോലെ ഞാൻ കൂടുതൽ ഇക്വേഷൻ വരണ്ടെന്ന് കരുതിയിട്ടാണ്. ഇക്വേഷൻ ആയിട്ടും നമ്മൾ ലിവ് ലൈൻ ക്ലാസ്സിലൊക്കെ എടുത്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന ആവറേജ് ഡിസ്റ്റൻസ് കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ആ മെത്തേഡ് യൂസ് ചെയ്യട്ടോ. 2xy by x plus y. ഓക്കെ, ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ആവറേജ് ഡിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്മൾ ലിവ് ലൈനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2xy by x plus y എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് ഡിറക്റ്റ് ആയിട്ട് അതിലേക്ക് അങ്ങ് സബ്മിറ്റ് ചെയ്താൽ മതി. അതായത് 2 × 50 × 40 50 + 40 ആ ഒരു ഇക്വേഷൻ ബേസ്ഡ് ആയിട്ടും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ആദ്യത്തെ കേസിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഒരു പെർട്ടിക്കുലർ ആയിട്ട് പുറത്തുനിന്ന് ഇക്വേഷൻ വരാതെ മെയിൻ ആയിട്ടുള്ള ആവറേജ് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള ബേസിക് ഇക്വേഷൻ തന്നെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യത്തെ കേസിൽ ചെയ്തിട്ടുള്ളത്. ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ആവറേജ് സ്പീഡ് ഈക്വൽ ടു 2xy by x plus y എന്നുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. ഓക്കെ, അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്തും നിങ്ങൾക്ക് സെയിം ആൻസർ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. യു വിൽ ബി ഹാവിംഗ് ദ ആൻസർ ആസ് 44.4 or 45 എന്നുള്ളതാണ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യന് കറക്റ്റ് ഉത്തരമായിട്ട് കിട്ടുക. സോ യു ക്യാൻ ഡു ബോത്ത് വേ. ഓക്കെ, 720 ആ കേസിൽ കിട്ടിയിട്ടുള്ളത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടിട്ടുള്ളതാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് 360 + 360 ആണ് നമുക്ക് 720 കിട്ടിയിട്ടുള്ളത്. കാരണം നമ്മളെ കാറ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നല്ലോ. കാർ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു. അപ്പൊ അങ്ങോട്ടുള്ള 360 ഇങ്ങോട്ടുള്ള 360 ആണ് നമുക്ക് 720 കിട്ടിയിട്ടുള്ളത്. 16.2. ആദ്യത്തെ ടൈം 9ഉം രണ്ടാമത്തെ ടൈം 7.2ഉം അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് 16.2 എന്ന് കിട്ടിയിട്ടുള്ളത്. സോ ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ യു ഹാവ് 45 as the correct answer. ഇതിലെ യൂട്യൂബ് എക്സ്പ്ലനേഷൻ കണ്ടിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. അതിൽ 48 എന്നുള്ളതാണ് ആൻസർ. 48 എന്ന ആൻസർ കിട്ടും നിങ്ങൾക്ക്. ഇവിടെ 50ക്ക് പകരം 60 ആണ് എടുത്തിട്ടുള്ളത്. ആ ക്വസ്റ്റ്യനിൽ 60 ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 60 ആണ് എടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് 48 കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് 45 എന്നുള്ളതാണ് ആൻസർ കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് 2 ടേംസ് ഇൻ ദ പ്രോഗ്രഷൻ. ഈ ഒരു പ്രോഗ്രഷനിലെ അടുത്ത 2 ടേംസ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നെക്സ്റ്റ് 2 ടേംസ് ഇൻ ദ പ്രോഗ്രഷൻ എന്താണ് എന്നുള്ളതാണ് ചോദ്യം. easy one ആണല്ലേ. Okay, next 2 terms in the progression എന്നുള്ളതാണ്. It's an easy one, easy question. ഈസി വൺ ആണ്. എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ക്വസ്റ്റ്യനില് 60, 30, 20, 15. അപ്പൊ എന്താ ചെയ്യുന്ന വെച്ചാൽ 60 ഡിവൈഡഡ് ബൈ 1 ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ 1 ഈക്വൽ ടു 60 എന്നുള്ളത് ഓൾറെഡി നമ്മൾ എഴുതി. ഓക്കെ, 60 ഡിവൈഡഡ് ബൈ 1 ഈക്വൽ ടു 60 അതാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ 60 ഡിവൈഡഡ് ബൈ 2 എന്നുള്ളതാണ് 30. ഓക്കെ, പിന്നെ 60 ഡിവൈഡഡ് ബൈ 3 എന്നുള്ളതാണ് 20. പിന്നെ 60 ഡിവൈഡഡ് ബൈ 4 എന്നുള്ളതാണ് 15. അപ്പൊ അടുത്തെന്താ വരിക?
60 ഡിവൈഡഡ് ബൈ 5 12. അടുത്തത് വരിക 60 ഡിവൈഡഡ് ബൈ 6 10. സോ അടുത്ത രണ്ട് വാല്യൂ 12 and 10 ഓപ്ഷൻ ഡി എന്നുള്ളതായിരിക്കും. സോ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുള്ളത് ആദ്യം 60 ഡിവൈഡഡ് ബൈ 1 ചെയ്യുന്നു, 60 തന്നെ എഴുതുന്നു. പിന്നെ 60 ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നു, 30 എഴുതുന്നു. 60 ഡിവൈഡഡ് ബൈ 3 ചെയ്യുന്നു, 20. 60 ഡിവൈഡഡ് ബൈ 4 15. 60 ഡിവൈഡഡ് ബൈ 5 12. 60 ഡിവൈഡഡ് ബൈ 6 10 എന്നുള്ള രീതിയിലാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. സോ ഇറ്റ്സ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, അതൊരു വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ആണ് എന്ന് കരുതുന്നു. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു കൻ ആസ്ക്. Okay, that's it. Moving to next question. Okay, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഈസി വൺ ആണ്. In an examination it is required to get 36% maximum marks to pass. A student got 90 marks and was declared failed by 9 marks. Okay, and was declared failed by 9 marks. Calculate the maximum marks എന്നുള്ളതാണ് ചോദ്യം. ഈസി വൺ അല്ലെ? ക്വസ്റ്റ്യൻ ഈസ് എൻ ഈസി വൺ. നമുക്ക് പെട്ടെന്നായിട്ട് ചെയ്യാം. ഒരു എക്സാമിനേഷനിൽ പാസ് ആവണമെങ്കിൽ 36% മാർക്ക് വേണം. സ്റ്റുഡന്റിന് 90 മാർക്ക് കിട്ടിയിട്ടും 9 മാർക്കിന് തോറ്റു. അങ്ങനെയെങ്കിൽ മാക്സിമം മാർക്ക് എത്രയാണ് എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, ഒരു പരീക്ഷയ്ക്ക് പാസ്സാവാൻ 36% മാർക്ക് വേണമെന്ന് കരുതാം. ഓക്കെ, ഒരു പരീക്ഷയ്ക്ക് പാസ്സാവാൻ 36% മാർക്ക് വേണം എന്ന് കരുതുക. ഒരാൾക്ക് 90 മാർക്ക് കിട്ടിയിട്ട് അയാൾ 5 മാർക്കിന് തോറ്റാൽ അതിന്റെ അർത്ഥം ജയിക്കാൻ 95 ആണെന്നാണ് അല്ലെ? ഒരാൾ 90 മാർക്ക് കിട്ടിയിട്ട് അയാൾ 9 മാർക്കിന് തോറ്റൊക്കെയാണെങ്കിൽ, ഒരാൾ 90 മാർക്ക് കിട്ടിയിട്ട് അയാൾ 9 മാർക്കിനാണ് തോറ്റിട്ടുള്ളതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും മാർക്സ് ടു പാസ് അല്ലെ? മാർക്സ് ടു പാസ്, പാസ്സാവാനുള്ള മാർക്ക് എന്ന് പറഞ്ഞാൽ 99 ആണ് നമുക്ക് പറയാൻ പറ്റും. പാസ്സാവാനുള്ള മാർക്ക് എന്ന് പറഞ്ഞാൽ 99 എന്ന് പറയാൻ പറ്റും. കാരണം എന്താ? 90 മാർക്ക് കിട്ടി, ഇങ്ങോട്ട് 9 മാർക്കിന് തോറ്റു, അപ്പൊ 99 മാർക്കാണ്. പെർസെന്റേജ് ടു പാസ്, പാസ്സാവാനുള്ള പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 36 ആണ് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പാസ്സാവാനുള്ള പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ 36% എന്നാണ് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലെ? 36% എന്നാണ് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ടോട്ടൽ മാർക്കാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് ടോട്ടൽ മാർക്കാണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 36% എന്ന് പറഞ്ഞാൽ 99 ആണ് അല്ലെ? കാരണം 36% പാസ്സാവാന്, 90 മാർക്ക് കിട്ടിയിട്ട് 9 മാർക്കിനാണ് തോൽക്കുന്നത്. സോ 36% എന്ന് പറഞ്ഞാൽ 99 ആണ്. നമുക്കറിയാം, നമുക്ക് കാണേണ്ടത് 100% എത്രയാണ് എന്നുള്ളതാണ്. കാരണം അതാണല്ലോ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത്. 100% എന്ന് പറഞ്ഞ എക്സ് ആണ് നമുക്കറിയാം. 100% എന്ന് പറഞ്ഞ എക്സ് ആണ് നമുക്കറിയാം. അതിൽ നിന്ന് നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു അല്ലെ, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. 99 into 100, എക്സ് ഈസ് ഈക്വൽ ടു 99 into 100 by 36. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞാൽ 99 into 100 by 36 ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും എക്സിന്റെ വാല്യൂ. ഓക്കെ, കാരണം 36% 99 ആണ് എന്ന് നമുക്കറിയാം. 36% 99 ആണെങ്കിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 100% എത്രയാണ് എന്നുള്ളതാണ്. 100% എന്ന് പറഞ്ഞാൽ എക്സ് ആണ് നമുക്കറിയാം. വിച്ച് മീൻസ് എക്സ് ഈസ് ഈക്വൽ ടു 99 into 100 by 36. ഇത് നമ്മൾ ഗുണിച്ച് നമ്മൾ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് 275. ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാല്യൂ 275 എന്നുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, 275 എന്നുള്ള വാല്യൂ ആയിരിക്കും കിട്ടുക. സോ ഫോർ ദിസ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ വി ഹാവ് 275 ആസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ 275 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. Next we are moving to next question number 16. The simple interest on a certain sum of money for 2 years at the rate of 6% per annum comes to 300. The compound interest at the same rate for the same time and on the same sum of money is what എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഉത്തരം പറയാം. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നുള്ളത് ഒരു പെർട്ടിക്കുലർ സം ഓഫ് മണിയിലെ 6% 2 വർഷത്തേക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 300 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സെയിം റേറ്റ് സെയിം ടൈമിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എത്രയായിരിക്കും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. എത്രയായിരിക്കും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ് ചോദ്യം. സോ നമുക്ക് ചോദ്യം ചെയ്യാം അല്ലെ?
നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു PRT/100 എന്നുള്ളതാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ പറഞ്ഞിട്ടില്ല, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷനെ പറഞ്ഞിട്ടുള്ളൂ. സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു PRT/100. ഇതിൽ പി എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ആണ്. പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. ആർ എന്ന് പറഞ്ഞാൽ റൈറ്റ് ആണ്. ടി എന്ന് പറഞ്ഞാൽ ടൈം ആണ്. നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ ടിക്ക് പകരം എൻ എന്നുള്ളതാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്, ടൈം ആണ്. സോ ഇതാണ് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ. സോ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ ഇട്ട് നോക്കാം. ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് പറയാം സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു PRT/100. PRT/100 എന്ന് ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റിന് പകരമായിട്ട് നമുക്ക് ഇടാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇടുന്ന സമയത്ത് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയും തന്നിട്ടുണ്ട്, 300 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ. സോ വി ഹാവ് 300 ഈക്വൽ ടു 300 ഈക്വൽ ടു പി എത്ര തന്നിട്ടുള്ള പി ഇൻറ്റു ആർ എത്ര തന്നിട്ടുണ്ട്, ആർ 6 ആണ്. ടൈം എത്ര തന്നിട്ടുണ്ട്, ടൈം 2 ആണ്. PRT/100 100 എന്നുള്ളതാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയാൽ നമുക്ക് 300 ഈക്വൽ ടു PRT 12 P/100 എന്ന് എഴുതാൻ പറ്റും അല്ലെ. ഇതിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, P ഈക്വൽ ടു പിന്നെ ഒരു സൈഡ് നിർത്തിയിട്ട് 100 ഇങ്ങോട്ട് പോകുമ്പോൾ മുകളിലേക്ക് വരും. P ഈക്വൽ ടു 300 ഇൻറ്റു 100/12. നമുക്ക് P ഈക്വൽ ടു 300 ഇൻറ്റു 100/12 എന്നുള്ളൊരു വാല്യൂ നമുക്ക് കിട്ടും. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2000 വിൽ ബി ഹാവിങ് 0 ക്യാൻസൽ 2500 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടും. 2500. അപ്പൊ നമുക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രിൻസിപ്പൽ എന്നുള്ള എമൗണ്ട്, അതായത് ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്നുള്ളത് നമുക്ക് 2500 എന്ന് കിട്ടി. പ്രിൻസിപ്പൽ എന്നുള്ള എമൗണ്ട്, ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്നുള്ളത് നമുക്ക് 2500 എന്നുള്ള വാല്യൂ നമുക്ക് കിട്ടി. 2500 എന്നുള്ള വാല്യൂ കിട്ടി. എങ്ങനെ കിട്ടിയത്, സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു PRT/100 എന്നുള്ള ഇക്വേഷനാണ് നമുക്കറിയാം. ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 300 ആണ് നമുക്കറിയാം. 300 ഈക്വൽ ടു പി എത്രയാണ് എന്ന് നമുക്കറിയില്ല. P ഇൻറ്റു 60 ഇൻറ്റു 2/100 നമ്മൾ കാണുമ്പോൾ അതിൽ നിന്ന് P 2500 ആണ് എന്ന് നമുക്ക് കിട്ടും അല്ലെ. P 2500 ആണ് എന്ന് നമുക്ക് കിട്ടും. ഡൺ. ഇനി അപ്പൊ നമുക്ക് എന്ത് കിട്ടി, പി കിട്ടി, റൈറ്റ് കിട്ടി, ടൈം കിട്ടി. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണ് എന്നുള്ളതാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിൽ നമുക്ക് ഇക്വേഷൻ അറിയാം അല്ലെ. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കേസിൽ ഇക്വേഷൻ അറിയാം. എ ഈക്വൽ ടു പി ഇൻറ്റു 1 പ്ലസ് R/100 ഓൾ റൈസ് ടു n അല്ലെങ്കിൽ ടി. n എന്ന് പറഞ്ഞാൽ ടി തന്നെയാണ് നമുക്കറിയാം. അപ്പൊ ഇവിടെ പി എന്ന് പറഞ്ഞാൽ എത്രയാണ്, എ ഈക്വൽ ടു പി എന്ന് പറഞ്ഞാൽ 2500 ആണ് നമുക്ക് കിട്ടിയില്ലേ. 2500 ഇൻറ്റു 1 പ്ലസ് R/100 ഓൾ റൈസ് ടു 2. അപ്പം 1 പ്ലസ് R/100 106/100 ചെയ്ത LCM എടുത്തിട്ട് നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. 2500 ഇൻറ്റു 106/100 ഓൾ റൈസ് ടു 2 എന്ന് പറഞ്ഞാൽ 2500 ഇൻറ്റു 106/100 ഇൻറ്റു 106/100 എന്നുള്ളതാണ്. 0 ക്യാൻസൽ ചെയ്യും, 25 ക്യാൻസൽ ചെയ്യും, വെട്ടിച്ചെറുതാക്കി നമ്മൾ ഈ പെർട്ടിക്കുലർ വാല്യൂന് ഉത്തരം കാണുമ്പോൾ 2809 എന്നുള്ളത് കിട്ടും. 2809 എന്നുള്ളത് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എമൗണ്ട് എന്ന് പറഞ്ഞാൽ 2809 ആണെന്നുള്ളത് നമുക്ക് കിട്ടി. നോക്കുക, എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് 2809 ആണെന്ന് കിട്ടി. എമൗണ്ട് എന്ന് പറഞ്ഞാൽ 2809 ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ടോട്ടൽ എമൗണ്ട് അല്ല. എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു എമൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ ആയിട്ടുള്ള എമൗണ്ട് 2809 നിന്ന് 2500 ഒറിജിനൽ എമൗണ്ട് നമ്മൾ കുറക്കും, നമുക്ക് 309 എന്ന് കിട്ടും. നമുക്ക് ഉത്തരം ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി 309 ആണ് ഉത്തരം എന്നുള്ളത് നമുക്ക് കിട്ടും. ഓപ്ഷൻ ബി ഡി 309 ആണ് ഉത്തരം എന്നുള്ളത് നമുക്ക് കിട്ടും.
സോ അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ദ സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ എ സെർട്ടൈൻ സം ഓഫ് മണി ഫോർ 2 years at 6% per annum 300 ആണ്. ഒരു പെർട്ടിക്കുലർ സമ്മിൽ നമ്മൾ 2 വർഷത്തേക്ക് സാധാരണ പലിശയിൽ 6% ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തിരിച്ചു കിട്ടുന്ന പലിശ 300 ആണ്. പലിശ മാത്രമാണ് 300. ഇതേ റേറ്റിൽ ഇതേ വർഷത്തിന് നമ്മൾ അതേ എമൗണ്ട് ഒരു കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് എത്ര എമൗണ്ട് കിട്ടും എന്നുള്ളതല്ല ചോദ്യം, എത്ര രൂപയായിരിക്കും നമുക്ക് പലിശ കിട്ടും എന്നുള്ളതാണ് ചോദ്യം. സോ നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു PRT by 100 ആണ് എന്നുള്ളതാണ് നമുക്കറിയാം ഇക്വേഷൻ. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് ഈക്വൽ ടു PRT by 100 ആണ്. അപ്പൊ ആദ്യത്തെ കേസിൽ നമ്മൾ സിമ്പിൾ ഇൻട്രസ്റ്റ് 300 ഈക്വൽ ടു P എന്ന് പറഞ്ഞാൽ P ഇൻറ്റു R എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു 2 by 100 എന്ന് കാണുന്നു. അതിൽ നമുക്ക് Pയുടെ വാല്യൂ 2500 എന്ന് കിട്ടുന്നു. Pയുടെ വാല്യൂ നമുക്ക് 2500 കിട്ടി. അടുത്തതായിട്ട് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യുന്നു. A ഈക്വൽ ടു P ഇൻറ്റു 1 പ്ലസ് R by 100 ഓൾ റൈസ് ടു n. P എന്ന് പറഞ്ഞാൽ 2500 ആണ് നമുക്കറിയാം, കഴിഞ്ഞ തൊട്ട് മുമ്പ് നമുക്ക് കിട്ടി. R എന്ന് പറഞ്ഞാൽ സെയിം റേറ്റ് ആണ്, 6 ആണ്, ടൈം 2 ആണ്. നമ്മൾ അത് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ 2850 എന്ന് കിട്ടുന്നു. അപ്പൊ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിൽ എമൗണ്ട് എന്നുള്ളത് 2809 ആണ് എന്നുള്ളത് നമുക്ക് കിട്ടുന്നു. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിലെ എമൗണ്ട് പോയിന്റ് നമ്പർ 1. പക്ഷെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എമൗണ്ട് എത്രയെന്നല്ല, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഓക്കെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണ് എന്നുള്ളതാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ 2809 2500 കുറക്കുമ്പോൾ we get the answer as 309. So for this particular question we have 309 as a correct answer. Okay, for question number 16 we have 309 as a correct answer. Clear ആണോ എന്നുള്ളത് പറയുക, അല്ലെങ്കിൽ if you have any doubts, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പറയുക കേട്ടോ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പറയുക. For this particular question, if you have any doubts, you can tell. Okay. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിൽ എന്താ വ്യത്യാസം എന്നുള്ള നമ്മൾ ഫസ്റ്റ് ഡേയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ പലിശയാണ്. നിങ്ങൾ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് 10% പലിശ എങ്കിൽ എല്ലാ വർഷവും 1000ന്റെ 10% 100 100 100 പലിശ ആയിട്ട് കിട്ടുക. 1000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, 10% പലിശ, 1000ന്റെ 10% 100 ആണ്. ആദ്യത്തെ കൊല്ലം 100 പലിശ കിട്ടും, രണ്ടാമത്തെ കൊല്ലം 100 പലിശ കിട്ടും, മൂന്നാമത്തെ കൊല്ലം 100 പലിശ കിട്ടും. ഇതിനെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു, 10% പലിശ. ആദ്യത്തെ കൊല്ലം നിങ്ങൾക്ക് 10% പലിശ 100 രൂപ കിട്ടുമല്ലോ, അത് നിങ്ങളെ ഒറിജിനൽ പൈസ ആയ 1000ക്ക് കൂട്ടും. ഓക്കെ, ഒറിജിനൽ പൈസ ആയിട്ടുള്ള 1000ലേക്ക് കൂട്ടും. അപ്പൊ നിങ്ങളെ മൊത്തം എമൗണ്ട് എത്രയായി? 1100. ഓക്കെ, 1100. അപ്പൊ രണ്ടാമത്തെ കൊല്ലം നമ്മൾ 1100ന്റെ പലിശയാണ് നമ്മൾ രണ്ടാമത്തെ കൊല്ലം കിട്ടുക. അപ്പം ആ ഒരു കൊല്ലം കുറച്ച് 100നേക്കാളേറെ പലിശ കൂടും, 110 ആവും. മൂന്നാമത്തെ കൊല്ലം അതിന്റെ പലിശയാണ്. അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടുപലിശ ആവുമ്പോൾ നമുക്ക് പലിശ കിട്ടുന്നതും കൂട്ടും നമ്മളെ ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റിലേക്ക്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആകുമ്പോൾ അങ്ങനെ കൂട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ള ഒരു കേസ്. 106 എന്നുള്ളത് 1 + 6/100. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലെ സെഷൻ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് കാണുക. അതിൽ നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. 1 + 6/100 ഇത് ആഡ് ചെയ്യുമ്പോൾ LCM കാണുമ്പോൾ നമുക്ക് 100 + 6/100 എന്ന് കിട്ടും. എന്ന് പറഞ്ഞാൽ നമ്മൾ 106/100 എന്ന് കിട്ടും. ഓക്കെ, 106 എമൗണ്ട്. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എമൗണ്ട് മാറൂല. എമൗണ്ട് മാറും. ഇവിടെ എമൗണ്ട് മാറ്റണ്ടല്ലോ. ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് നോക്കി നിങ്ങൾ 300 അല്ലേ 2 കൊല്ലത്തിന്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 309 അല്ലേ, എമൗണ്ട് മാറും. സിംഗിൾ കൊല്ലത്തിനാണെങ്കിൽ മാറില്ല, അതിനപ്പുറത്തേക്കാണെങ്കിൽ എമൗണ്ട് മാറും. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. കൂടുതൽ രണ്ടിലും നമ്മൾ 2500 ആണ് ഉപയോഗിച്ചത്. പക്ഷെ രണ്ടിലും നമ്മൾ 2 ഡിഫറെന്റ് ഇക്വേഷൻ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് എമൗണ്ട് മാറുന്നത്. ഓക്കെ, രണ്ടിലും നമ്മൾ 2 ഡിഫറെന്റ് ഇക്വേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് എമൗണ്ട് മാറുന്നതായിരിക്കും. ഓക്കെ, എമൗണ്ട് മാറുന്നതായിരിക്കും. എനി മോർ ഡൗട്ട്സ്? ഒരു ഡൗട്ട് കേട്ടെ, 2500 × 106/100 × 106/100 ചെയ്യുമ്പോ 2809 തന്നെ കിട്ടുന്നത്. അതെ, അത് 100 ആ 00 ക്യാൻസൽ ആവും. പിന്നെ അവിടെ ഒരു 100 ഇല്ലേ? 100 0 ക്യാൻസൽ ആയി. ഇവിടെ ഒരു 100 ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് 25 കൊണ്ട് വെട്ടാം. അപ്പൊ 4 ആയി. അപ്പൊ നമുക്ക് 106 × 106 അതല്ല കിട്ടുന്നത്. അങ്ങനെ തന്നെ കിട്ടിയ 11,200. 106 × 106
ഡിവൈഡഡ് ബൈ 4 2850 കറക്റ്റ് ആയിട്ട് കിട്ടും. 53 × 53 ആവും. 53 × 53 ആവും. 53 × 53 2850. സാർ അപ്പോ 53 അത് രണ്ടിനെ നമുക്ക് ചുരുക്കാനാവില്ലല്ലോ. ഇവിടെ 4 മാത്രല്ലേ നമുക്ക് ചുരുക്കാൻ കഴിഞ്ഞിട്ടു. ഇവിടെ 4നെ വെട്ടിയിട്ട് നമ്മൾ ഇതിനെ 53 ആക്കി. അപ്പൊ ഇവിടെ 2 ബാക്കിയുണ്ടല്ലോ. ആ ബാക്കിയുള്ള 2നെയും ഇതിനെയും വെട്ടി ചെറുതാക്കി ഇവിടെ 53 ആയി. ഓക്കെ ഓക്കെ അങ്ങനല്ലേ. ഓക്കെ സാർ. ഓക്കെ ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. വിൽ ബി വൈൻഡിങ് അപ്പ്. അടുത്ത സെഷൻ നമ്മൾ നാളെ 3 മണിക്ക് വീണ്ടും ബാക്കി ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂ ചെയ്യാതിരിക്കുന്നു. ഇന്ന് രാത്രിയോടുകൂടി ഞാൻ അടുത്ത സെറ്റ് ഞാൻ അയച്ചു കേട്ടോ. കാരണം ഏകദേശം നമ്മൾ 16-17 ക്വസ്റ്റ്യൻ ആയി. 25 നിങ്ങൾക്ക് അയച്ചു. അടുത്ത സെറ്റ് ഞാൻ ഇന്നിട്ടിട്ട് അയച്ചോട് നിങ്ങൾ ആ സെറ്റിലേക്ക് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. താങ്ക് യു.